പി സരിൻ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർത്തതുമായി ബന്ധപ്പെട്ട വിവാദം കെട്ടടയുന്നില്ല. നേരത്തെ അദ്ദേഹം മത്സരിച്ച മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാക്കപ്പെട്ടത് എങ്ങനെയാണ് എന്നുള്ളത് കൃത്യമായി ബോധ്യപ്പെട്ടതുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹത്തിനെതിരെ ഇത്തരം പരാമർശം കടുപ്പിക്കുന്നത് എന്ന് തന്നെയാണ് വി ഡി സതീശൻ പറയുന്നത്. തിരുവല്ലാമലക്കാരനായ ഒരു വ്യക്തി ഓരോ മണ്ഡലം മാറുംതോറും അവിടെ പേര് ചേർക്കുകയാണ്, വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുകയാണ്. ഇത്തരത്തിൽ എന്തിനാണ് എന്നുള്ള വലിയ ചോദ്യമുണ്ടായിരുന്നു. എന്നാൽ ഈ സരിൻ പറഞ്ഞത് അതിലെന്തെങ്കിലും ഭരണഘടനാപരമായി തെറ്റുണ്ടോ എന്ന രീതിയാണ്. പിന്നീട് അതിനെ വ്യാഖ്യാനിക്കാനും ഒക്കെ പോകുന്നുണ്ട്. വാസ്തവത്തിൽ ഈ രീതിയിലുള്ള സംവിധാനമല്ല ഇത്തരത്തിൽ വ്യാജ വോട്ടുകൾ ചേർത്ത് പിടിക്കാൻ CPIM ശ്രമിക്കുന്ന നടപടിക്രമങ്ങൾ പല ജില്ലകളിലും പല ലോക്സഭാ നിയമസഭാ മണ്ഡലങ്ങളിലും കണ്ടിട്ടുള്ളതാണ്. ആറ്റിങ്ങിൽ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 30,000-ഓളം ഇരട്ട വോട്ടുകൾ, അത് കൃത്യമായി UDF സ്ഥാനാർത്ഥി അടൂർ പ്രകാശ് വരണാധിക്യം മുമ്പാകെ പരാതി മൂലം സമർപ്പിച്ച കാര്യമാണ്. ഇത്തരത്തിൽ പലയിടത്തും കള്ളവോട്ട് ചേർക്കലും കള്ളവോട്ട് പരിപാടിയും വ്യാപകമാണ്. അത് ഏറ്റവും കൂടുതൽ CPIM വെച്ചു വാഴിക്കുന്നത് കണ്ണൂർ ജില്ലയിൽ തന്നെയാണ്. അവിടെ CPIMൻ്റെ നെറുകേടുകളെ ഒറ്റയാൾ പോരാളിയായി നിന്ന് പടപൊരുതി ഇത്രയും നാളും K. സുധാകരൻ എന്ന നേതാവ് തന്നെയാണ്. അത്തരത്തിൽ മുഴുവൻ ജില്ലകളിലും ആ സംവിധാനമാണ്. പാലക്കാട് ജില്ലാ സെക്രട്ടറി, അതായത് CPIMൻ്റെ ജില്ലാ സെക്രട്ടറി പറഞ്ഞത്, ഞങ്ങൾ വിചാരിച്ചാൽ സതീശനും സുധാകരനും ഒന്നും പാലക്കാട് ജില്ലയിൽ കാലുകുത്തില്ല. CPIM ഊരുവിലക്ക് കൽപ്പിച്ചാൽ അത് അച്ചട്ടാണ്. ഇത്തരത്തിൽ വെല്ലുവിളി വളരെ കടുപ്പമാണ്. ഇവരാരും ജീവിക്കുന്നത് 2024 അല്ലയോ എന്ന് പലപ്പോഴും തോന്നിപ്പോകുന്ന നിമിഷത്തിലേക്കാണ്. വാസ്തവത്തിൽ സരിൻ എരുതിയിൽ നിന്നും വറചട്ടിയിലേക്കാണോ ചാടിയത് എന്ന് പലരും ചോദിക്കുന്നുണ്ട്. വാസ്തവത്തിൽ സരിൻ കോൺഗ്രസ്സിലായിരുന്നപ്പോഴേ കോൺഗ്രസ്സിനുള്ളിൽ അധികാരമോഹം കൊണ്ട് മാത്രം കയറിക്കൂടിയതാണ്. എന്നാൽ CPIMലേക്ക് എത്തുമ്പോൾ ഒരു ജില്ലാതല പാർട്ടിയിലേക്ക് ചുരുങ്ങിയിരിക്കുന്ന സംവിധാനമാണ്. CPIM 2-3 ജില്ലകളിൽ ഒതുങ്ങുന്ന ഒരു പാർട്ടിയായി തീർന്നു കഴിഞ്ഞിരിക്കുകയാണ്. ലോക്സഭയിൽ അവർക്ക് ഉറപ്പായും ജയിക്കാൻ കഴിയുന്ന ഒരു മണ്ഡലവും ഇല്ല എന്ന് മാത്രമല്ല, കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലത്തിൽ ഒന്നുപോലും സുരക്ഷിതരല്ല എന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ തെളിയിച്ചു കൊടുത്ത കാര്യമാണ്. ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആ മണ്ഡലങ്ങളിലൊന്നും അവർക്ക് വിജയമോ ഒരു രീതിയിലുള്ള വോട്ട് വർധനവിന് സാധ്യതയുണ്ടോ എന്ന പ്രതീക്ഷ പോലും ഇല്ലാത്ത ഒരവസ്ഥയാണ്. അവിടേക്കാണ് സരിൻ കൈയും വീശി കടന്നു ചെന്നത്. വേറൊന്നും കൊണ്ടല്ല, ലൈം ലൈറ്റിൽ നിൽക്കുക എന്നുള്ള ശ്രമം മാത്രമാണ്. അതായത് എങ്ങനെയാണ് EP ജയരാജൻ്റെ കട്ടൻ ചായയും പരിപ്പോടെയും വർക്കൗട്ടാകാത്തത്, അതുപോലെ തന്നെയാണ് പി സരിൻ്റെയും ജീവിതം. അദ്ദേഹം പറയുന്ന കല്ല് വെച്ച നുണകൾ സ്വന്തം ഭാര്യയായ ഡോക്ടർ സൗമ്യ സരിന് പോലും ദഹിക്കാതെ പത്രസമ്മേളനത്തിൻ്റെ നടുക്ക് വെച്ച് ഇറങ്ങിപ്പോകുന്ന ഒരു കാഴ്ച ഏവരെയും ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു എന്നതാണ് വാസ്തവം.